കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്ന പേര് കേവലം ഒരു വ്യക്തിയുടേതല്ല, മറിച്ച് ഒരു പ്രസ്ഥാനത്തിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ മകൻ ചാണ്ടി ഉമ്മൻ നിയമസഭയിൽ എത്തിയപ്പോൾ അത് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ യുഗത്തിന്റെ തുടർച്ചയായാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മന്റെ പേര് ചെങ്ങന്നൂർ മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ കോൺഗ്രസിനുള്ളിലും ആ കുടുംബത്തിനുള്ളിലും പുതിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് തുടക്കമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവ ചർച്ചയാകുന്നത് മറിയ ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വമാണ്. KPCC നേതൃത്വം മറിയെ ചെങ്ങന്നൂരിൽ UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുവെന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് ഈ വിവാദങ്ങൾ പുകഞ്ഞു തുടങ്ങിയത്. ഉമ്മൻചാണ്ടിയോടുള്ള വൈകാരികമായ അടുപ്പം ചെങ്ങന്നൂരിൽ വോട്ടായി മാറുമെന്നും ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മറിയയ്ക്ക് വലിയ സാധ്യത ഉണ്ടെന്നുമാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ ഈ നീക്കത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധം തീർത്തിരിക്കുന്നത് സഹോദരനും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ തന്നെയാണ്. തന്റെ അതൃപ്തി അദ്ദേഹം പരസ്യമായും പാർട്ടി നേതൃത്വത്തെ നേരിട്ടും അറിയിച്ചു കഴിഞ്ഞു. ചാണ്ടി ഉമ്മൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഈ വിവാദങ്ങളെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നാണ്. 2 മാസമായി തനിക്കെതിരെ നിരന്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ്. താൻ ഒന്നും പറഞ്ഞിട്ടില്ല, പാർട്ടിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ പ്രതികരണം. എന്നാൽ അണിയറയിൽ നടക്കുന്നത് ഇതിലും ഗൗരവകരമായ കാര്യങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചാണ്ടി ഉമ്മൻ ഉയർത്തുന്ന പ്രധാന വാദങ്ങൾ ഇവയാണ്. തന്റെ പിതാവ് ഉമ്മൻചാണ്ടി ഒരു കുടുംബത്തിൽ നിന്നും ഒന്നിലധികം പേർ സജീവ രാഷ്ട്രീയ പദവികളിൽ ഇരിക്കുന്നതിനോട് താല്പര്യമുള്ള ആളായിരുന്നില്ല എന്ന് ചാണ്ടി ഉമ്മൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർ മത്സരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. കുടുംബവാഴ്ച എന്ന ആരോപണം പാർട്ടിക്കും കുടുംബത്തിനു മേൽ വരുന്നത് തടയാൻ താൻ ബാധ്യസ്ഥനാണെന്ന് അദ്ദേഹം കരുതുന്നു. മറിയ ഉമ്മന് രാഷ്ട്രീയത്തിൽ വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ താൻ അതിന് തടസ്സമല്ലെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. എന്നാൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരേ സമയം 2 പേർ വേണ്ട. മറിയയ്ക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ തന്റെ സിറ്റിംഗ് സീറ്റായ പുതുപ്പള്ളി വിട്ടു നൽകാൻ താൻ തയ്യാറാണെന്നും താൻ മാറി നിൽക്കാമെന്നുമാണ് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം, മറിയ ഉമ്മനെ ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന ചാണ്ടി ഉമ്മന്റെ ഉറച്ച നിലപാടാണ്. VD സതീശൻ, KC വേണുഗോപാൽ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ അദ്ദേഹം ഈ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. തന്റെ രാജിക്കത്ത് ഇതിനോടകം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാൻ തയ്യാറെടുക്കുന്ന UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്, ഈ ആഭ്യന്തര തർക്കം വലിയ തലവേദനയാണ്. മറിയ ഉമ്മനെ പോലെ ഒരു ജനകീയ മുഖം ചെങ്ങന്നൂരിൽ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന നേതാക്കൾക്ക് ചാണ്ടി ഉമ്മന്റെ കടുത്ത നിലപാട് വെല്ലുവിളിയാകുന്നു. നേരത്തെ മറിയയുടെ പേര് ഉയർന്നു വന്നപ്പോൾ അങ്ങനെ ഒരു ചർച്ചയില്ലെന്നാണ് നേതൃത്വം ചാണ്ടി ഉമ്മനെ ധരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗൗരവകരമായ സ്ഥാനാർത്ഥി ചർച്ചകളിൽ വീണ്ടും മറിയയുടെ പേര് വന്നതാണ് ചാണ്ടി ഉമ്മനെ ചൊടിപ്പിച്ചത്. ചാണ്ടി ഉമ്മനെ പിണക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് ഹൈക്കമാൻഡ് മുതിരുമോ എന്നത് സംശയമാണ്. ചെങ്ങന്നൂർ ദീർഘകാലമായി LDF കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലവുമാണ്. സജി ചെറിയാന്റെ ശക്തമായ സ്വാധീനമുള്ള ഇവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാത്രമേ UDFന് വിജയസാധ്യതയുള്ളൂ. മറിയ ഉമ്മന്റെ പേര് ഉയർന്നു വന്നത് ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ്. എന്നാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകൾക്കും അപ്പുറം കുടുംബത്തിനുള്ളിൽ നിന്നുള്ള ഈ വിയോജിപ്പ് വോട്ടർമാർക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. ഈ വിവാദങ്ങളിലുടനീളം മറിയ ഉമ്മൻ ഇതുവരെ തന്റെ നിലപാട് പരസ്യമാക്കിയിട്ടില്ല. തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് അവർ വ്യക്തമായ പ്രതികരണം നൽകിയിട്ടില്ലെങ്കിലും പാർട്ടിയുടെ ആവശ്യപ്രകാരം അവർ തയ്യാറായേക്കുമെന്നാണ് അണിയറയിലെ സംസാരം. എന്നാൽ സഹോദരന്റെ രാജ്യഭീഷണി നിലനിൽക്കെ അവർ എങ്ങനെ മുന്നോട്ട് പോകുമെന്നതും നിർണായകമാണ്. ചാണ്ടി ഉമ്മന്റെ നിലപാട് വൈകാരികമായ ഒന്നാണോ അതോ വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി കുടുംബത്തിന് ലഭിക്കുന്ന വലിയ പിന്തുണയ്ക്ക് മങ്ങലേൽക്കാതെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലുള്ള ലക്ഷ്യം. ചാണ്ടി ഉമ്മന്റെ രാജ്യഭീഷണി കേവലം ഒരു സമ്മർദ്ദ തന്ത്രമാണോ അതോ ആദർശപരമായ നിലപാടാണോ എന്ന് കാലം തെളിയിക്കും. എന്തായാലും ചെങ്ങന്നൂരിലെയും പുതുപ്പള്ളിയിലെയും രാഷ്ട്രീയ ഭാവിയും ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നതും ഈ തിരഞ്ഞെടുപ്പ് നിർണ്ണയിക്കും.